ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കലയാണ് ലഹരി എന്ന സന്ദേശം പകർന്നുകൊണ്ട് റാന്നി ഇട്ടിയപ്പാറ ബസ് ടെർമിനലിൽ ജൂലൈ 27 തിങ്കളാഴ്ച പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് കമ്പ്യൂട്ടർ തൊഴിൽ നൈപുണ്യ പരിശീലന കേന്ദ്രമായ റൂട്രോണിക്സിലെ മൾട്ടിമീഡിയ വിഭാഗം വിദ്യാർത്ഥികളുടെ ചിത്രരചനയ്ക്ക് തുടക്കമായി. പെൻസിൽ ഡ്രോയിങ്ങിനു മേലെ അക്രിലിക് ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രരചന. ലഹരിക്കും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെ കുട്ടിയെ തന്നെ പ്രകൃതിയായി സങ്കല്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ചിത്രരചന നടത്തുന്നത്. നമ്മൾ റാന്നിയിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് റൂട്രോണിക്സും റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് ചേർന്നിട്ടാണ് നമ്മുടെ റാന്നി ബസ് സ്റ്റാൻഡിൽ ഈ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ തൂഫാനുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു ബോധവൽക്കരണത്തിൻ്റെ രീതിയിലാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് ചിത്രങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇവരുടെ ഒരു പ്രോജക്റ്റ് വർക്കും കൂടെയാണ് നമ്മൾ ഈ ഒരു ചിത്രരചന കൂടെ അവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് ഇപ്പം നമുക്ക് റാന്നി പഴവങ്ങാടി പഞ്ചായത്ത് നമ്മളെ സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് ചെയ്തു കൊടുക്കാമെന്ന് അവർക്ക് പറയുകയായിരുന്നു. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിൻ്റെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. നമ്മളിപ്പോൾ സ്കൂൾ വരുന്നത് ഇവിടെ പെരുമ്പുഴയിലാണ്. ലഹരിക്കെതിരായിട്ട് ഇത്തവണ നടക്കുന്ന തൂഫാൻ എന്നൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കലയാണ് ലഹരി എന്നുള്ളൊരു സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് നമ്മളിവിടെ ഈ ഒരു ചിത്രകലകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ലഹരിക്കെതിരായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്നു വരികയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പെരുമ്പുഴ സ്റ്റാൻഡിലാണെങ്കിലും അതുപോലെ തന്നെ റാന്നി പഞ്ചായത്ത് കാര്യാലയത്തിലാണെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സീനിയർമാരും ഇതുപോലെ ഒരുപാട് കലാസൃഷ്ടികൾ ചെയ്തു പോകും. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളുടെ ചിത്രങ്ങളും ഉണ്ട്. കേരളത്തിൻ്റെ കഥകളി, മോഹിനിയാട്ടം, തമിഴ്നാടിൻ്റെ ഭരതനാട്യം, ആന്ധ്രയുടെ കുച്ചിപ്പുടി, ഉത്തർപ്രദേശിൻ്റെ കഥക്, ഒഡീഷയുടെ ഒഡീസി, മണിപ്പൂരിൻ്റെ മണിപ്പൂരി, അസമിൻ്റെ സാട്രിയ എന്നീ നൃത്തരൂപങ്ങളുടെ ചിത്രങ്ങളാണിവ. ന്യൂസ് ബ്യൂറോ, റാന്നി.